ഡൊണാൾഡ് ട്രംപ് അടുത്ത വർഷം ജനുവരി 20 അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായി അധികാരമേൽക്കും. പക്ഷേ ട്രംപ് അധികാരമേറ്റ ശേഷം എന്താണ് ചെയ്യുക എന്ന് അമേരിക്കക്കാർക്കും അറിയില്ല, ലോകത്തുള്ള മറ്റുള്ളവർക്കും അറിയില്ല. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള പേടി എല്ലാവർക്കുമുണ്ട്. അങ്ങനെ പേടിയുള്ള ഒരു കൂട്ടരാണ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളെന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതായത് രാജ്യത്തിന് പുറത്തുള്ള, അമേരിക്കയ്ക്ക് പുറത്തുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് അമേരിക്കയിലെത്തി അവരുടെ കോഴ്സുകൾ തുടരുകയോ ചെയ്യണമെന്നാണ് യൂണിവേഴ്സിറ്റികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കുടിയേറ്റ സംബന്ധമായ, സാമ്പത്തികമായ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ നയം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ വല്ല ട്രാവൽ ബാൻ അടക്കമുള്ളവ വന്നാൽ ഈ കുട്ടികൾക്കൊന്നും പഠിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. യൂണിവേഴ്സിറ്റികൾ ഒരുപക്ഷെ കാലിയാകാനുള്ള സാധ്യതയുമുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെയുള്ള അഡ്വൈസറികൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദാവസാഹിബ്, ഈ പ്രചരണ വേളയിൽ വലിയ സമാധാന ദൂതനായിട്ടൊക്കെയാണ് ട്രംപ് സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കും, ഇസ്രായേൽ യുദ്ധം ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിലൊന്നും ആർക്കും ഒരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള പല നയങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗമായി വരും. കാരണം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിന് വ്യാപാര സംബന്ധമായാണ് അദ്ദേഹം തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. അമേരിക്കക്കാർക്ക് ധനനഷ്ടമോ ആൾനഷ്ടമോ സംഭവിക്കരുത് എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്ന് നമുക്ക് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭരണം നോക്കിയാൽ അറിയാം. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റികളുടെ ഈ അഡ്വൈസറിയൊക്കെ നമ്മൾ സത്യത്തിൽ അത് പാലിക്കണമെന്ന് തോന്നുന്നു, അനുസരിക്കണമെന്ന് തോന്നുന്നു. അല്ല, ഇതിലേറ്റവും വലിയ കൗതുകം എന്ന് വെച്ചാൽ സാധാരണ ട്രാവൽ അഡ്വൈസറി ഇറക്കുകയാരാണ്? ഒരു രാജ്യം, ആ രാജ്യത്തെ പൗരന്മാർക്കല്ലേ ട്രാവൽ അഡ്വൈസറി ഇറക്കുക. നിങ്ങൾ ലെബനനിൽ പോകരുത്, അല്ലെങ്കിൽ ഇസ്രായേലിൽ പോകരുത്, റഷ്യയിൽ പോകരുത്, യുക്രൈനിൽ പോകരുത്, ഇന്ത്യക്കാർ യുക്രൈനിൽ പോകരുത് എന്ന് പറഞ്ഞിട്ട് ട്രാവൽ അഡ്വൈസറി ഇന്ത്യൻ ഗവൺമെൻറ്റാണ്, ഇന്ത്യൻ ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റാണ് സാധാരണ അതിൽ ഇറക്കുക. പക്ഷേ ഇത് വിചിത്രമായൊരു ട്രാവൽ അഡ്വൈസറിയാണ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റി, ഏതാണ്ട് ഒരു ഡസനിലധികം അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ വിദേശത്തുള്ള അവരുടെ വിദ്യാർത്ഥികൾക്ക്, വിദേശത്ത് വെച്ചാൽ അമേരിക്കക്കാരായ ആളുകൾ ഇപ്പോൾ വിദേശത്ത് പോയല്ല, വിദേശികളായ അവരുടെ വിദ്യാർത്ഥികൾക്കാണ് അഡ്വൈസറി കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളിപ്പോൾ പുറത്താണുള്ളതെങ്കിൽ വന്നോളി, ജനുവരി 20 മുമ്പ് ഇവിടെ എത്തണം. എന്താണ്? അൺപ്രസിഡൻറ്റഡ് മെഷേഴ്സ് മേ ഹാപ്പൻ. അപ്പോൾ അത് നിങ്ങളെ യാത്രയെ ബാധിച്ചേക്കാം, നിങ്ങളുടെ സ്റ്റേ ബാധിച്ചേക്കാം, നിങ്ങളുടെ തുടർ പഠനത്തെ ബാധിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ അമേരിക്കയ്ക്ക് അകത്താണുള്ളതെങ്കിൽ അത് പ്രശ്നമാവില്ല. പക്ഷേ പുറത്താണെങ്കിൽ നിങ്ങളുടെ ട്രാവലിനെ വരെ അത് ബാധിച്ചേക്കാം, നിങ്ങളുടെ കോഴ്സ് ഫെർദർ ചെയ്യുന്നതിന് അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് 20 മുമ്പ് തിരിച്ചെത്തണം മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡസനിലധികം, അതിൽ പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ വരെയുണ്ട്, അവരുടെ വിദ്യാർത്ഥികൾക്ക് അഡ്വൈസറി ഇറക്കിയിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നേരെ തിരിച്ചിട്ട് ആലോചിക്കുക. ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കും, ഉദാഹരണം എടുക്കുക, 2014 ഇലക്ഷൻ നടക്കുകയാണ്. റിസൾട്ട് വന്നിട്ട് അമേരിക്കയിൽ റിസൾട്ട് വന്ന് പിന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് പ്രസിഡൻഷ്യൽ ഇനാഗ്രേഷൻ നടക്കുന്നത്. നമുക്ക് അങ്ങനെയല്ല, 3-4 ദിവസങ്ങളിൽ നടക്കും. പക്ഷേ ഇലക്ഷൻ നടന്നു, മോഡിയാണ് ജയിക്കുന്നത്, മനസ്സിലാവില്ല, മോഡിയാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. അപ്പോൾ ആ ദിവസത്ത് ആ സമയത്തുള്ള കുറച്ച് ദിവസത്തേക്കുള്ള കെയർടേക്കർ ഗവൺമെൻറ് ഉണ്ടല്ലോ, ആ കെയർടേക്കർ ഗവൺമെൻറ് ഒരു അഡ്വൈസറി ഇറക്കുകയാണ്. എന്താണ് ഈ ചങ്ങായാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്, അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയില്ല, അതുകൊണ്ട് ബിസിനസ്സുകാരൊക്കെ ഇവിടുന്ന് വിട്ടോളിയും അല്ലെങ്കിൽ വേറെ ആളുകൾ ഇങ്ങോട്ട് വന്നോളിയും എന്നൊക്കെ പറഞ്ഞ ഒരു അഡ്വൈസറി, ഒരു കമ്മ്യൂണിക്കെ ഇറക്കുകയാണെങ്കിൽ എന്തുമാത്രം വിചിത്രമായിരിക്കും അത്. അതേപോലെയാണ് അവിടെ ഇപ്പോൾ ഒരർത്ഥത്തിൽ കെയർടേക്കർ ഗവൺമെൻറ് എന്ന് പറയാൻ പറ്റില്ല. വെച്ചാൽ അമേരിക്കയിലെ എല്ലാ പ്രസിഡന്റുമാരും ജനുവരി 20 അവർ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അവർ ആ കലണ്ടർ കൃത്യമായിട്ട് പാലിക്കുന്നവരാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷനല്ല, പക്ഷേ ഉത്തരവാദപ്പെട്ട സ്ഥാപനങ്ങളാണ്, അറിയപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ്. ഞങ്ങളുടെ രാജ്യത്ത് പുതിയൊരാൾ അധികാരത്തിൽ എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വേഗം വന്നോളി മക്കളെ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരങ്ങനെ പറയുന്നവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ട്രംപിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ മോസ്റ്റ് ഇമ്പൾസീവ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ പൊളിറ്റീഷ്യൻ ഇൻ ദ പ്ലാനറ്റ് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മനുഷ്യരാണ് അദ്ദേഹം. എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം 2017 ജാനുവരി 20 ആണ് ആദ്യമായിട്ട് അധികാരത്തിൽ കയറുന്നത്. ജാനുവരി 27 7 രാജ്യങ്ങളിലെ ആളുകൾക്ക് ട്രാവൽ ബാൻ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ വരുന്നത്. പിന്നെ ആ ബാൻ പല രീതിയിൽ പല സമയങ്ങളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് 13-14 രാജ്യങ്ങളായിട്ട് വികസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാനുവരി 20 തന്നെ സെറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇറങ്ങും എന്ന് ഇപ്പം തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ വ്യാപകമായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ആ സെറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ ഉണ്ടാവുക എന്ന് ആർക്കൊരു നിശ്ചയമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്,
അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് പിക്ക് ഉണ്ടല്ലോ, അദ്ദേഹം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സെക്രട്ടറിമാരായിട്ട് കണ്ടിരിക്കുന്ന ആളുകൾ, അവരെ ഒന്ന് ജസ്റ്റ് അവരുടെ പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം HHS വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസിൻ്റെ സെക്രട്ടറിയായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആരോഗ്യമന്ത്രിയായിട്ട് അദ്ദേഹം വെച്ചിരിക്കുന്നത് റോബർട്ട് എഫ് കെനഡി എന്ന് പറയുന്ന കക്ഷിയാണ്. ഈ റോബർട്ട് എഫ് കെനഡി ശരിയാണ്. ഈ കോവിഡ് അമേരിക്കയിലെ അടിപൊളി അമേരിക്കയുടെ മോഹനം വൈദ്യരാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഈ COVID-19 കാലത്തൊക്കെ പുള്ളിയുടെ പ്രസംഗങ്ങളൊക്കെ ഭയങ്കര ഹിറ്റായതാണ്. അതിനേക്കാളൊക്കെ ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഡിഫൻസ് സെക്രട്ടറിയായിട്ട് വെച്ചിരിക്കുന്ന കക്ഷിയുണ്ട്. എന്താണ്, പീറ്റർ ഹെഗ്സോത്തോ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്. ഫോക്സ് ന്യൂസിലെ അവതാരകനാണ്. ഫോക്സ് ന്യൂസിലെ വേണമെങ്കിൽ നമുക്ക് അർണബ് ഗോസ്വാമി എന്ന് വിളിക്കാം. അർണബ് ഗോസ്വാമി പ്രതിരോധ മന്ത്രിയൊക്കെ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? ഷോട്ട്. ഇയാളുടെ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഡെമോക്രാറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഡെമോക്രാറ്റുകൾ എനിമി വിത്തിൻ, അദ്ദേഹത്തിൻ്റെ എനിമി വിത്തിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരുടെയാണ്? ഫാസിസ്റ്റുകളുടെ കോൺസെപ്റ്റാണ്. നമ്മുടെ രാജ്യത്ത് എനിമി വിത്തിനുണ്ട് പരിചയപ്പെടുത്തിയത് ആരാണ്? ഗോൾവാൾക്കറാണ്. എനിമി വിത്തിൻ എന്നുള്ള കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഡെമോക്രാറ്റ്സ് എന്നുള്ള വാക്കിനെ പുള്ളി ഉപയോഗിക്കില്ല, ലെഫ്റ്റിസ്റ്റുകൾ ഉപയോഗിക്കുക. ഡെമോക്രാറ്റുകൾ ലെഫ്റ്റിസ്റ്റുകളായി കാണണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഫാർ ലെഫ്റ്റിസ്റ്റുകൾ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അമേരിക്കയിൽ ഒരു സിവിൽ വാർ ഉണ്ടാവും. ആ സിവിൽ വാറിൽ സൈന്യത്തെ ഉപയോഗപ്പെടുത്തേണ്ടി വരും എന്നൊക്കെ പ്രവചിച്ചുകൊണ്ട് ഭയങ്കരമായ ഫ്യൂച്ചറിസ്റ്റിക് ലിറ്ററേച്ചർ പറയില്ല, അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ എഴുതിയ കക്ഷിയാണ്. അവിടുത്തെ ഒരു അർണബ് ഗോസ്വാമിയാണ്. പെൻറ്റഗൺ, ലോകത്ത് ദ മൈറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയാവുന്ന സംഭവമാണ്. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൈവച്ചിരിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ പെൻറ്റഗൻ്റെ താക്കോൽ ഇങ്ങനെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ അധികം സെക്രട്ടറിമാരുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇന്ത്യയിൽ ഈ വാർത്ത ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ക്യാരി ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളാണ്. എന്താ കാരണം? ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ സർവ്വമിത്രങ്ങളും കൂടി ഇദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അഹമിഹയാ പണിയെടുത്തതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, മിത്രങ്ങൾ എന്താണ് നിലപാട് സ്വീകരിക്കാൻ പോകുന്നതൊക്കെ വരാനിരിക്കുന്ന കൗതുകങ്ങളാണ്. ഇങ്ങനെയുള്ള ട്രംപിന് അവിടെ എത്തിയ വിദ്യാർത്ഥികളെ പുറത്താക്കാനുള്ള കഴിവുണ്ടാവുമല്ലോ. പുറത്താക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ട്രാവൽ ബാൻ ഏർപ്പെടുന്നപ്പോഴേ എനിക്ക് അന്ന് ട്രാവൽ ബാൻ ഏർപ്പെടുത്തി എനിക്ക് കൗതുകം തോന്നിയ കാര്യം, അതിൽ റഷ്യ ഇല്ലല്ലോ. റഷ്യ പുള്ളിയുടെ ഇഷ്ടപ്പെട്ട രാജ്യമല്ലേ? നാറ്റോ എന്ന് പറഞ്ഞാൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ അവരുടെ ഒരു കോമൺ പ്രൊട്ടക്ഷന് വേണ്ടി അവർ ഉപയോഗിച്ചൊരു സൈനിക സഖ്യമാണ്. അവരിന്ന് ആർക്കെതിരെയാണ് നിലനിൽക്കുന്നത്, യുദ്ധം ചെയ്യുന്നത്? റഷ്യക്കെതിരെയാണ്. റഷ്യയിൽ ട്രാവൽ ബാനില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ട്രംപ് അതിന് ഈ ട്രാവൽ ബാനിന് റീസണായിട്ട് പറയുന്നത് എന്താണ്? ടെററിസ്റ്റ് ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അതിൽ കിർഗിസ്ഥാനുണ്ട്. ഈ കിർഗിസ്ഥാനിൽ അങ്ങനെ എന്തെങ്കിലും യുദ്ധം നടക്കുന്നതായിട്ടോ അവിടെ എന്തെങ്കിലും ഭീകരപ്രവർത്തനം നടന്നതായിട്ടോ നമുക്കറിയില്ല. അപ്പോൾ പുള്ളിക്ക് തോന്നുന്ന ഇമ്പൾസീവായിട്ട് തോന്നുന്ന രാജ്യങ്ങളെ കയ്യിലേക്ക് ആഡ് ചെയ്യുകയാണ്. നോർത്ത് കൊറിയ ആ ലിസ്റ്റിൽ വന്ന് ചാടുണ്ട്. ചാട് അഭയാർത്ഥികളുള്ള സ്ഥലമാണ്. അപ്പോൾ അത് അഭയാർത്ഥികളായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ് അതിനർത്ഥം. ടെററിസ്റ്റൊക്കെ വെറുതെ പറയുന്നുള്ളൂ, ആരും ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളൊക്കെ വന്നത് മതി, ഞാനും എൻ്റെ അപ്പൂപ്പന്മാരൊക്കെ ഇവിടെ വന്നതാണ് അഭയാർത്ഥികളായിട്ട്, അവരൊക്കെ മതി, വേറെ ആരും ഇങ്ങോട്ട് ഇനി വരണ്ട എന്നുള്ളതാണ് അതിൻ്റെ ലൈൻ. ഇനി അതിൽ വേറൊരു തമാശ, ഞാൻ മുമ്പ് ഒരു ഔട്ട് ഓഫ് ഫോഴ്സിൽ പറഞ്ഞത്, ഈ മെക്സിക്കോ ബോർഡർ ഈ ട്രംപിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്സഷനാണ്. കാരണം അത് തുറന്ന് കിടക്കുക. മെക്സിക്കോയായിട്ട് 13,000 കിലോമീറ്റർ വരുന്നൊരു അതിർത്തി ഉണ്ട്. അപ്പോൾ അതുവഴിയാണല്ലോ പ്രധാനമായിട്ടും ഈ പറയുന്ന ഇല്ലീഗൽ മൈഗ്രേഷൻ നടക്കുന്നത് അതുവഴിയാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി ഇങ്ങനെ തുറന്ന് കിടക്കുക, അവിടെ മുഴുവൻ സൈന്യത്തെ വിന്യസിക്കാനൊന്നും പറ്റില്ല. അമേരിക്കയുടെ ഒരു ആ ഏരിയ 3,000 കിലോമീറ്ററാണ്. ആ 3,000 കിലോമീറ്റർ നിറയെ വേലി കെട്ടാനോ അല്ലെങ്കിൽ സൈന്യത്തെ നിർത്താനൊന്നും പറ്റില്ല. കാരണം എത്ര ലക്ഷക്കണക്കിന് സൈന്യം വേണ്ടി വരും അത്ര ഏരിയയിൽ നിൽക്കണമെങ്കിൽ. അപ്പോൾ അതിങ്ങനെ തുറന്ന് കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും അമേരിക്കയിലേക്ക് അങ്ങോട്ട് ഇല്ലീഗലായിട്ടുള്ള മൈഗ്രേഷൻ നടക്കുന്നുണ്ട്, ശരിയാണ്. തിരിച്ച് അങ്ങോട്ട് എന്ത് പോകുന്നുണ്ട്, ആളുകളും കിടക്കുന്നുണ്ട്. ഈ പറയുന്ന മധ്യ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം മയക്കുമരുന്ന് അമേരിക്കയിൽ പോകുന്നുണ്ട്. അമേരിക്കയിൽ അതിന് ആവശ്യക്കാരുള്ളതുകൊണ്ടാണല്ലോ. അമേരിക്കൻ തിരിച്ചിങ്ങോട്ട് എന്താണ് വരുന്നത്? ആംസാണ്. അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും മധ്യ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ആംസും വരുന്നുണ്ട്. അപ്പോൾ അവിടെ വേലി കെട്ടാൻ പോവുകയാണ് എന്നാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ട്രംപ് വാൾ എന്ന് പറയുന്നത്. പിന്നീട് അത്രയോ ബില്യൺ കണക്കിന് ഡോളർ വേണ്ടി വരും അവിടെ മതിൽ കെട്ടണമെങ്കിൽ തന്നെ. മതിൽ കെട്ടിയാൽ തന്നെ ആളുകൾ കിടക്കാതിരിക്കും എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇല്ലീഗൽ മൈഗ്രേഷൻ തടയാൻ വേണ്ടി ഞാൻ ഫെഡറൽ സൈന്യത്തെ ഉപയോഗിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈന്യത്തെ ഇറക്കും. അതായത് അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഡിപ്പോർട്ട് ചെയ്യാനും അവരെ ഡിറ്റെയിൻ ചെയ്യാനും ഒക്കെ സൈന്യത്തെ ഇറക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സൈന്യം ഇറങ്ങുകയാണ്, ഫെഡറൽ സൈന്യം ഇറങ്ങുകയാണെങ്കിൽ അത് അമേരിക്കയുടെ തകർച്ചയുടെ തുടക്കമായിരിക്കും. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ മാതിരിയല്ല. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഫെഡറൽ സംവിധാനത്തെ മുഴുവൻ കേന്ദ്ര സർക്കാർ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്, സംസ്ഥാനങ്ങളുടെ അവകാശം കവർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. രണ്ടാം ട്രംപ് എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, രണ്ടാം ട്രംപ് കുറേ കൂടി ശക്തനായ, കുറേ കൂടി എന്താണ് പറയുക, പോളിസി പാരലൈസിസ് ഇല്ലാത്ത ഒരു പ്രസിഡൻ്റ് ആയിരിക്കും. അദ്ദേഹം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തീരുമാനിക്കും. അമേരിക്ക വീണ്ടും സ്ട്രോങ് ആവും. മേക്ക് അമേരിക്ക സ്ട്രോങ് അഗെയിൻ, ഗ്രേറ്റ് അഗെയിൻ എന്ന അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കും. കാരണം അങ്ങനെ അതിനുള്ള മജോറിറ്റി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് രണ്ടാം ഊഴം എന്നുള്ളതിന് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ആണ്. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലെ പ്രഖ്യാപനങ്ങൾ, ഇപ്പോൾ ട്രാവൽ ബാനൊക്കെ ചെറുത്, അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എലോൺ മസ്കിനെയൊക്കെ അവിടെ എന്തോ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ വെച്ചേക്കാണല്ലോ, അതുപോലെ വാക്സിൻ വിരുദ്ധനെ ആരോഗ്യ സെക്രട്ടറി ആക്കുന്നു. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടപ്പായി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഓരോ സ്റ്റേറ്റുകളും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാവുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക ചെന്നെത്തും എന്നുള്ളതാണ്. അപ്പം ഇമിഗ്രേഷൻ തടയാൻ വേണ്ടി സൈന്യത്തെ ഇറക്കുകയാണെന്ന് കരുതുക. ഈ സൈന്യത്തെ ആർക്കെതിരെയാണ് ഉപയോഗിക്കുക? അങ്ങനെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സൈന്യം ഏതെങ്കിലും ഒരു പൊതു പ്രശ്നങ്ങൾക്ക് വേണ്ടി സൈന്യത്തെ ഉപയോഗിക്കാന്ന് ഈ പീറ്റ്സ് എക്സിറ്റ് എഴുതി വെച്ചിട്ടുണ്ടെന്നേ? അല്ല, അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്ക ഒരു സിവിൽ വാർ നടന്ന രാജ്യമാണ്. അമേരിക്ക അടിമത്ത നിരോധനത്തെ തുടർന്ന് അടിമത്തത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ സ്റ്റേറ്റുകൾ പരസ്പരം യുദ്ധം ചെയ്ത് അതിലൊരു തീരുമാനം ഉണ്ടാക്കി അടിമത്തം വേണ്ട എന്ന് തീരുമാനിച്ച് ആ സ്റ്റേറ്റുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയത്തിൽ അമേരിക്കയിൽ സൈന്യം ഇറങ്ങി ഒരു പോരാട്ടം നടത്തി ചരിത്രം അമേരിക്കയില്ല. അങ്ങനെ സൈന്യം ഇറങ്ങുവാണെങ്കിൽ ഇത് ആർക്കെതിരെയാണ് ഇവർ ആയുധം എടുക്കുക? ആരാണ് ഡീറ്റെയിൻ ചെയ്യുക? അത് ആരെയൊക്കെയാണ് ബാധിക്കുക? അത് എത്ര അമേരിക്കൻ സ്റ്റേറ്റുകൾ അത്തരം നീക്കത്തെ പിന്തുണയ്ക്കും? ഞാൻ പറയുന്നത് ഇതൊരു അമേരിക്ക എന്ന ഒരു രാജ്യത്തിൻ്റെ അപജയത്തിൻ്റെ തുടക്കമാണ് ഈ പ്രഖ്യാപനങ്ങൾ ഓരോന്നെടുത്ത് വായിച്ച് നോക്കിയാലും. കാരണം അമേരിക്ക ഒരു എന്താണ് പറയുക, ഒരു കുടിയേറ്റക്കാർ സൃഷ്ടിച്ച ഒരു രാജ്യമാണ്. ബ്രിട്ടനിൽ കുടിയേറിയ ആൾക്കാർ സൃഷ്ടിച്ച രാജ്യമാണ്. ആ രാജ്യം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ രാജ്യത്തെ ഗ്രേറ്റ് ആക്കിയത് ഈ കുടിയേറിയ മനുഷ്യന്മാർ തന്നെയാണ്. അത് ഇന്ത്യയിൽ നിന്നായാലും ആഫ്രിക്കയിൽ നിന്നായാലും മധ്യപൂർവ്വ ദേശത്തു നിന്നായാലും എവിടെ നിന്നാണെങ്കിലും ഈ കുടിയേറിയ മനുഷ്യന്മാരാണ് അമേരിക്ക ഉണ്ടാക്കിയത്. ആ കുടിയേറ്റക്കാർക്കെതിരെ ആയുധമെടുക്കുക അല്ലെങ്കിൽ സൈന്യത്തെ ഇറക്കുക എന്നാണ്. ഇതെല്ലാം ഇല്ലീഗലായിരുന്നു. ആരാണ് വിസ അപേക്ഷിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ട്രംപിൻ്റെ അപ്പനപ്പന്മാർ വിസയ്ക്ക് അപേക്ഷിച്ചിട്ട് വന്നതാണോ? അല്ലല്ലോ, എല്ലാവരും ഇല്ലീഗലായിട്ട് വന്നതാണ്. പിന്നീട് അവർ നോർമലൈസ് ചെയ്യപ്പെട്ടതാണ് എല്ലാവരും. പിന്നെ അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമൊക്കെ വിസ പ്രോസസ്സൊക്കെ ഉഷാറാക്കി ആൾക്കാർക്ക് വിസ കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നുള്ളത് ശരിയാണ്. പലതരത്തിലുള്ള വിസകളുണ്ട്, തൊഴിൽ വിസകളൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് പിന്നെ ഗ്രീൻ കാർഡ് കിട്ടിയവരൊക്കെ ഉണ്ടാവും. അതൊക്കെ ശരിയാണ്. പക്ഷേ കുടിയേറ്റക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യത്തിൽ കുടിയേറ്റക്കാർക്കെതിരെ സൈന്യത്തെ ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ ഒരു എന്താണ് പറയുക, രാഷ്ട്രീയാത്മാവിന് യോജിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ പോവുകയാണെങ്കിൽ അത് ഒട്ടുമിക്കവാറും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങളിലേക്കും സംസ്ഥാനവും ഫെഡറൽ ഗവൺമെൻറ്റും തമ്മിലുള്ള അസ്വാരസ്യങ്ങളിലേക്ക് അമേരിക്കയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലൊരു തർക്കവും വേണ്ട. ഇത് അമേരിക്കയെ ഗ്രേറ്റ് ആക്കാനുള്ള പ്രഖ്യാപനങ്ങളൊന്നുമല്ല. അമേരിക്ക കുറേ കൂടി വീക്കാവുന്ന, അമേരിക്ക കുറേ കൂടി ദുർബലമാവുന്ന, അമേരിക്ക കുറേ കൂടി ഏലിനേറ്റ് ചെയ്യപ്പെടുന്ന, അമേരിക്ക കുറേ കൂടി ഒറ്റപ്പെടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വരും. അത് വേറൊരർത്ഥത്തിൽ നല്ലതുമാണ്. കാരണം മറ്റ് പല രാജ്യങ്ങളെ സംബന്ധിച്ചും അമേരിക്കയുടെ വിദേശ നിലപാട് മറ്റ് പല രാജ്യങ്ങളുടെയും ഭാഗതയെ നിർണ്ണയിക്കുന്നതായതുകൊണ്ട് അമേരിക്ക കുറച്ച് വീക്കാവുന്നത് നല്ലതാണ്. അശോകന് കുറച്ച് ക്ഷീണമാവാം. യെസ്, ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസോട് പൂർത്തിയാകുന്നു. ഇനി തിങ്കളാഴ്ച കാണാം. നമസ്കാരം.